പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് യാത്ര ചെയ്യുന്നവരെ അവരുപയോഗിക്കുന്ന രേഖകള്, ഓരോ രേഖകളെയും ഞാൻ കർത്താവിന് സമർപ്പിക്കുന്നു. നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകള്, പ്രമാണങ്ങള്, പാസ്പോർട്ടുകൾ, നിങ്ങളുടെ അപേക്ഷാ ഫോമുകൾ, നിങ്ങളുടെ ബാങ്ക് രേഖകൾ കർത്താവ് സ്പർശിക്കട്ടെ. ഇതുമായി കടന്നു പോകുന്നത് ഇതൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ കർത്താവിൻ്റെ വിശുദ്ധ മുദ്ര വെക്കട്ടെ. അത് ആർക്ക് കൊടുക്കുന്ന സ്വീകരിക്കുന്നവന് പരിശുദ്ധാത്മ നിറയുകയും നിനക്ക് ദൈവഹിതമാണെങ്കിൽ നിനക്ക് അനുകൂലമായ തീരുമാനം എടുത്തുകൊണ്ട് നിന്നെ സന്ധിക്കാൻ ഇടവരുത്തിട്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃഷിയിടങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ ജീവിത മേഖലകളിലെ സാമ്പത്തികമായ ബാധ്യതകളും ഘടകങ്ങളുള്ളവരെ കർത്താവ് ഏറ്റെടുക്കട്ടെ. ഏലകൃഷിക്കാര്, റബ്ബർ കൃഷിക്കാര്, റബ്ബർ ടാപ്പ് ചെയ്യുന്നവര്, അതുകൊണ്ടെല്ലാം ഉപജീവനം നടത്തുന്നവര്, പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റുമാറാതിരിക്കുന്നവര്, അത് വിറ്റുമാറിയില്ലെങ്കിൽ ജീവിത കാര്യങ്ങളും തടസ്സപ്പെട്ട് കിടക്കുന്നവരെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവേ, വിദേശങ്ങളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവരും ഡേറ്റ് ഫിക്സ് ചെയ്തവര്, തിരിച്ചു വരാൻ പോകുന്നവർ, നിങ്ങളുടെ യാത്രകളെ കർത്താവ് ആശീർവദിക്കട്ടെ. നിങ്ങൾ കൊണ്ടുപോകുന്ന രേഖകളെ കർത്താവ് ആശീർവദിക്കട്ടെ. ആശുപത്രി കിടക്കുന്ന രോഗം ഇതുവരെ പിടികിട്ടാത്തവര്, പലതരത്തിലുള്ള നീണ്ട ഐസിയുവിലും നീണ്ട ദിവസങ്ങൾ താമസിക്കുന്നവര്, സാമ്പത്തികമായ ബാധ്യതകളാൽ വലിയ ജപ്തി നടപടിയൊക്കെ വരാൻ പോകുന്നവരും, എന്നിട്ട് അതിലൂടെ കടന്നു പോകുന്നവർ, അവർക്ക് എത്രയും വേഗം ഒരു പോംവഴി കിട്ടാൻ പരിശുദ്ധ ദേവമാതാവ് ആശീർവദിക്കട്ടെ. പലതരത്തിലുള്ള അപകടങ്ങൾ, ആക്രമണങ്ങൾ അനുഭവിക്കുന്നവർ, ജലജീവികളുടെയും വിഷജന്തുക്കളുടെയും ആക്രമണങ്ങളിൽ പെട്ടിരിക്കുന്നവർ, കർത്താവിൻ്റെ രക്തം അവരെ തിളക്കപ്പെടുകയും ഇതോടുകൂടി അവരുടെ രോഗങ്ങൾ വിട്ടുമാറുകയും യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന്
ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ ഇപ്പോൾ ഇവിടെ ഞാൻ 2010 വിശുദ്ധ നാട് സന്ദർശിക്കാൻ പോയി. അപ്പോൾ ജോർദാനിൽ ഇറങ്ങി ജോർദാൻ്റെ അതിർത്തിയിൽ നിന്ന് ഇസ്രയേലിൻ്റെ അതിർത്തിയിലേക്ക് പോകാനുള്ള യാത്രയാണ്. അപ്പോൾ മൊവാബ് മലയുടെ മുകളിൽ വന്ന് മൊവാബ് മലയുടെ അപ്പോൾ മൊവാബ് മലയുടെ താഴ്വരകളിൽ ആണ് മോസസിനെ അടക്കിയിരിക്കുന്നത്. എവിടെയാണെന്ന് അടക്കിയിരിക്കണമെന്ന് അറിയത്തില്ല. താഴ്വരയിൽ എവിടെയാണ് ഇന്നും കണ്ടുപിടിച്ചിട്ടില്ല മോസസിൻ്റെ ശവകുടീരം. അപ്പോൾ അവിടെ പക്ഷേ ഈ മൊവാബിൻ്റെ മലയിൽ ആ മലയുടെ മുകളിൽ നിന്ന് നമ്മൾ പടിഞ്ഞോട്ട് നോക്കുമ്പോൾ ഇത് കർത്താവിൻ്റെ വാഗ്ദാന നാട് കാണാം. നമുക്ക് മോസസ് അവിടെ നിന്നാണ് വാഗ്ദാന നാട് കണ്ടത്. അവിടെ വെച്ച് മരിച്ചു പോവുകയും ചെയ്ത് വാഗ്ദാന നാട്ടിൽ പ്രവേശിക്കാൻ ഒത്തില്ല. പക്ഷെ അവിടെ വെച്ച് ആ മൊവാബിൻ്റെ ആ മരുഭൂമി പ്രദേശത്ത് വെച്ച് ഒത്തിരി പേര് ഈ ആഗ്നേയ സർപ്പങ്ങൾ കൊത്തി. അതെല്ലാം മോഹാലസ്യപ്പെട്ടു. കുറേ പേര് മരിച്ചു, കുറേ പേര് മോഹാലസ്യപ്പെട്ടു. ഈ മോഹാലസ്യപ്പെട്ടവരെല്ലാം മോസസ് കണ്ണീരോടെ വന്ന് കർത്താവിൻ്റെ മുമ്പിൽ പറഞ്ഞു, ആഗ്നേയ സർപ്പങ്ങൾ, മരുഭൂമിയിലെ തീപ്പാമ്പ് എന്ന് പറയണത് നമുക്ക് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അണലിയാണ് സാധനം. അതിങ്ങനെ ഇങ്ങനെ നമ്മുടെ ഈ മാനുവൽ പ്ലാന്റൊക്കെ കാണാം. അതിങ്ങനെ ഉടൽ കൊണ്ട് ഇങ്ങനെ വിറപ്പിച്ച് അത് മണ്ണിൽ പൂണ്ടിരിക്കും. മണ്ണ് വന്നുമ്പോൾ അതിൻ്റെ മൂക്ക് കാണുന്ന മാത്രം ഇതിൻ്റെ മുകളിൽ കാണും. മണ്ണിൻ്റെ നിറമായതുകൊണ്ട് നമ്മൾ കാണത്തില്ല. നമ്മൾ അടുത്തേൽ പ്രാണികളും പക്ഷികളൊക്കെ ചെല്ലുമ്പോൾ അത് പിടിച്ച് തിന്നും. മനുഷ്യരാണെങ്കിൽ അതിനെ കൊത്തും. ആഗ്നേയ സർപ്പങ്ങളിങ്ങനെ ഇവരെല്ലാം കൊത്തി. അപ്പം നേരത്തെയും ഈ ആഗ്നേയ സർപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇവരെ കൊത്തിയിട്ടില്ലായിരുന്നു. ഇവർ ദൈവത്തിനെതിരെ പിറുപിറുത്ത ആൾക്കാരെയാണ് കൊത്തിയത്. കുറേ പേര് മരിച്ചുപോയി, കുറേ പേര് മോഹാലസ്യപ്പെട്ട്. മോസസിന് മനസ്സിലായി ഇത് അവസാനം വാഗ്ദാനമായിട്ട് ചെല്ലുമ്പോൾ ആളുണ്ടാകത്തില്ലെന്ന്. മോസസ് സങ്കടത്തോട് ദൈവത്തോട് പറഞ്ഞു, ആഗ്നേയ സർപ്പം ഒത്തിരി പേര് മരിച്ചെന്ന് പറഞ്ഞപ്പോൾ മോസസ് മനസ്സിലായി ഇനി ദൈവക്രോധമാണ് വന്നിരിക്കണത്. പിറുപിറുത്തന്മാരെല്ലാം തട്ട് കിട്ടുമെന്നുള്ള മോസസിന് ഉറപ്പായി. അപ്പോൾ മോസസ് പറഞ്ഞ്, അങ്ങനെയാണെങ്കിൽ എന്നെ നീ കൊന്നേര്, ഈ ജനങ്ങളെ ഇവിടെ മരുഭൂമി നമ്മൾ രക്ഷയുടെ നാട്ടിലേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞല്ല നീ എൻ്റെ നേതാവാക്കിയത്. അവസാനം നിന്നെ ആക്ഷേപിക്കുകയും ചെയ്യണം. ഞാൻ പിന്നെ ജീവിച്ചതിൻ്റെ കാര്യമില്ല എന്നൊക്കെ മോസസ് ദൈവത്തോട് ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ മോസസിനോട് പറയും, നീ ഒരു പണി ചെയ്യും, ഒരു പിത്തള കൊണ്ടൊരു സർപ്പം ഉണ്ടാക്കുക. സർപ്പദംശനമേറ്റ ആൾക്കാർ അതിനെ കാണുമ്പോൾ അതൊരു വടിയിൽ ഉയർത്തി നടത്തണം. അതിനെ കണ്ടാൽ സർപ്പദംശനം വന്ന ആൾക്കാർ രക്ഷഭാഗ്യം ഒരു മീഡിയ ഉപയോഗിച്ചതാണ്. ദൈവത്തിന് വേണമെങ്കിൽ സാരമില്ല, ഞാൻ കൽപ്പിക്കുന്നു, ദംശനമേറ്റ ആൾക്കാരെല്ലാം ജീവിക്കട്ടെ എന്ന് പറഞ്ഞാൽ ജീവിക്കാനേ ഉള്ളൂ. അപ്പം ദൈവം അവിടെ ഒരു ദൃശ്യമായ മനുഷ്യനെ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി ദൃശ്യമായൊരു അടയാളങ്ങൾ കാണിച്ചു. ഇപ്പം നമ്മൾ കാശുരൂപ ധരിക്കണ ആ ഉദ്ദേശത്തിലാണ്. ഒരു അടയാളമായിട്ടാണ് വിശ്വാസത്തിൻ്റെ അടയാളം. വിശ്വാസത്തിൻ്റെ പലതരത്തിലുള്ള അടയാളം കൊണ്ടാലും ഒരു അടയാളമാണിത്.
അവിടെ പക്ഷേ ഇത് അതിമനോഹരമായിട്ട് കുരിശേൽ ഈ പാമ്പ് ബ്രാസ് കൊണ്ട് പിത്തള കൊണ്ട് ഒരു വലിയ പാമ്പ് ഈ കുരിശേൽ ഇങ്ങനെ പൊളഞ്ഞ് മറിഞ്ഞ് കിടക്കണത് അവിടെ ഒരു ഭയങ്കര രൂപമുണ്ട്. നമ്മൾ യൂട്യൂബിൽ അടിച്ചാൽ മനസ്സിലാക്കി കാണാൻ പറ്റും. നല്ല രസമാണ്. അതിൻ്റെ ഓർമ്മയ്ക്ക് വെച്ചിരിക്കുകയാണ്. അവിടെ വെച്ച് മോശം മരിക്കുകയും ചെയ്യും, മോശത്തിൻ്റെ ആ താഴ്വരെ അടക്കുകയും ചെയ്യും. പിന്നെ ജോഷുവയാണ് ഇവരെയും കൊണ്ട് പടിഞ്ഞോട്ട് പോണത്. പടിഞ്ഞോട്ട് പോകുമ്പോൾ ജോഷുവ കുറേ എങ്ങനെ ചത്തുകെട്ട് തീർന്നേ. പിറുപിറുത്തവന്മാരെല്ലാം ദൈവിക പദ്ധതിക്കെതിരെ പിറുപിറുത്തവന്മാരെല്ലാം 40 കൊല്ലമായിട്ട് ഇവർ ഈ അതായത് അശുദ്ധ രക്തം ഒഴുകിപ്പോകാൻ ദൈവം എടുത്ത സമയമാണ് 40 കൊല്ലം. അവിശ്വസ്തരായ രക്തം ഉള്ള ആൾക്കാർ ഈ സമൂഹത്തിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് പോകാൻ വേണ്ടിയാണ് 40 കൊല്ലം എടുത്തത്. കാരണം ഇവരുടെ കുഴിമാടങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ്. ഈജിപ്റ്റ് വരെയാണ് കുഴിമാടങ്ങൾ. എബ്രായർ 3:16-17 വചനങ്ങൾ. ദൈവത്തിന്റെ സ്വരം ശ്രവിച്ചിട്ടും ദൈവത്തിന്റെ സ്വരം ശ്രവിച്ചിട്ടും ചിലരെല്ലാം എതിർപ്പ് കാണിച്ചില്ലേ, മല്ലടിച്ചു. മോശയുടെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്ന് പുറത്തു വന്നവരല്ലേ അവർ. അവരുമായല്ലേ അവർ 40 വത്സരം മല്ലടിച്ചത്. അവരുടെ ശരീരങ്ങളല്ലേ പാപം മൂലം മരുഭൂമിയിൽ നിബദിച്ചത്. അപ്പോൾ ഈജിപ്റ്റ് മുതൽ ഇസ്രായേൽ വരെ ശൗര്യങ്ങളാണ് അവരുടെ. ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത് അവസാനം ഫിൽട്ടർ ചെയ്തിട്ട് ലാസ്റ്റ് ഫിൽട്ടറിങ് വരുന്നുണ്ട്. എന്താ പറയണത്? അത് ജോഷുവയുടെ ഫിൽട്ടറാണ്. ജോർദാൻ നദി കടന്നു കഴിയുമ്പോഴും വീണ്ടും ഫിൽട്ടറിങ് വരികയാണ്. എന്താ പറയണത്? നമ്മൾ ജോർദാനിലേക്ക് കടക്കാൻ പോവുകയാണ്. വാഗ്ദാന പേടകം ജോർദാൻ കടന്നിക്കരെ എത്തിയിരിക്കുന്നു. ഇനി മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. കർത്താവ് നമുക്ക് നൽകിയ വാഗ്ദാന പേടകം 40 വർഷത്തെ യാത്ര, നമ്മുടെ പിതാക്കന്മാർ ആരംഭിച്ച യാത്ര ഇവിടെ പരിസമാപ്തിയാകുകയാണ്. എനിക്ക് നിങ്ങളോട് ലാസ്റ്റായിട്ട് ഒന്നേ പറയാനുള്ളൂ. ദൈവത്തിൽ അവിശ്വസ്ത കാണിച്ചവരുടെ കുഴിമാടങ്ങളാണ് അവിടെ നിന്ന് ഇവിടം വരെ ഒരു വഴിക്കല്ല് പോലെ കിടക്കണത്. ഇപ്പോൾ ഒന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനിയും നിങ്ങൾക്ക് പിതാക്കന്മാരെ പോലെ മല്ലടിച്ച് നദിക്കക്കരെയുള്ള ദേവന്മാരുടെ അടുത്തേക്ക് പോകാൻ ഉദ്ദേശമെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തീരുമാനമെടുക്കണം. വാഗ്ദാന നാട്ടിൽ നിങ്ങൾക്ക് സ്പേസ് ഇല്ലെന്ന് പറയും. പക്ഷെ ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ മാനിക്കും. അവ ലാസ്റ്റ് ഫിൽട്ടറിങ് ആണത്. കാരണം ദൈവത്തോടും ദൈവത്തിൻ്റെ വചനത്തോടും വിശ്വസ്തോടും മാത്രമേ വാഗ്ദാനം പ്രാപിക്കത്തുള്ളൂ. ജോഷുവ 24:15 കർത്താവിനെ സേവിക്കുന്നതിന് മനസ്സില്ലെങ്കിൽ നദിക്കക്കരെ നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ വസിക്കുന്ന നാട്ടിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെയാണ് സേവിക്കുക എന്ന് വെച്ചാൽ ഇന്ന് തന്നെ തീരുമാനിക്കുക. ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. ഇതാണ്, അതായത് ലാസ്റ്റ് നിമിഷം വരെ വിശ്വസ്തത വാഗ്ദാനം പാലിക്കുമ്പോൾ വാഗ്ദാനത്തെ വിശ്വസ്ത കാണിക്കാത്ത ആൾക്കാരുടെ ശവകുടീരങ്ങളാണ് ഉടമ്പടിയുടെ വഴികളിൽ നില കിടക്കണത്. നിങ്ങൾക്ക് ഉടമ്പടി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ഉടമ്പടിയിൽ വിശ്വസ്ത പാലിക്കാതിരുന്നവരുടെ നിയോഗങ്ങളിലെ ചത്തുമരന്നിരിക്കണം നമുക്ക് കാണാം. അറ്റം വരെ നമ്മുടെ മുമ്പിൽ ഒരു ഓപ്ഷനേ ഉള്ളൂ. ഒന്നെങ്കിലും വിശ്വസ്തരാകുക, അല്ലെങ്കിൽ ഉടമ്പടി അവസാനിപ്പിക്കുക. ഇപ്പം എൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വസ്തരാകാൻ വേണ്ടി നമ്മൾ വാഗ്ദാനം എപ്പോഴും പ്രാപിക്കുന്നത് വിശ്വസ്തരുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ അത് നമ്മൾ പറയുന്ന ഈ 6 കാര്യം മാത്രമായിരിക്കത്തില്ല. ദൈവത്തിന് മനസ്സുണ്ടെങ്കിൽ, ദൈവത്തിന് പ്രിയങ്കരനായി, ദൈവത്തിന് വിലപ്പെട്ടവനായി, ദൈവത്തിന് ബഹുമാനായി ഒരാൾ തോന്നിയാൽ ദൈവം ഓരോ നിമിഷവും നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് തന്നെ തോന്നും ദൈവം എന്നെ പ്രിയങ്കരൻ, എനിക്ക് ദൈവത്തിന് എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് തോന്നും. കാര്യം
Z കാര്യങ്ങൾ ദൈവം ഇടപെടും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം. ആ വീടിൻ്റെ ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥർ എന്നെ വിളിച്ചിട്ട് പറയുവാണ്, ഷീന ഞാൻ ആ അപ്പുറത്തെ സ്ഥലം കൊടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. വേറെ ആരാണ്ട് വന്ന് നോക്കുമെന്ന് പറഞ്ഞു. അന്നേരം ഞങ്ങൾക്കും ഒരു ബുദ്ധിമുട്ട്. അന്നേരം ഞാൻ ഓർത്തു, ഇത് ഞങ്ങളുടെ വീട് മുറ്റത്തിനോട് ചേർന്ന സ്ഥലമാണ്. അന്നേരം എന്ത് ചെയ്യും? അങ്ങോട്ട് ഇറങ്ങാനും ഇങ്ങോട്ട് ഇറങ്ങാനും ഒന്നും പറ്റൂലല്ലോ വേറൊരു മനുഷ്യർ വന്നാലെന്ന്. അന്നേരത്തേക്ക് പിന്നെ ഞാൻ അന്നേരം ഒന്നും പറഞ്ഞില്ല. മാതാവിന് നടത്തി തരുന്ന കാര്യങ്ങളാണ്, തരട്ടെ, നമുക്ക് പൈസയൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ. അന്നേരം പിള്ളേരോടും ഇങ്ങനെ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു നമുക്കെന്നാൽ അത് തരാമെന്ന് ചോദിക്കാമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, അത് നിങ്ങൾക്കാണെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല, നിങ്ങൾ എപ്പോഴെങ്കിലും പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ നിൽക്കുക. അന്നേരം അതിനകത്ത് റബ്ബർ നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവർ വിളിച്ചിട്ട്, ആ ഉടമസ്ഥർ വിളിച്ചിട്ട് പറയാം, ഷീന നിങ്ങൾ ഒരു രൂപയെങ്കിലും ടോക്കൺ തന്നാൽ മതി, എന്നിട്ട് നിങ്ങൾ ആ റബ്ബർ വെട്ടിയെടുത്തോ, എന്നിട്ട് ബാക്കി പൈസ നിങ്ങൾ എപ്പോഴെങ്കിലും തന്നാൽ മതി എന്ന് പറഞ്ഞു. അന്നേരം ആ മാതാവിൻ്റെ ഇടപെടലാണ്. അന്നേരം ഞങ്ങൾക്ക് ഒരു പൈസയും കയ്യിലില്ല. എന്നിട്ട് ആ സമയമായപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് ഇപ്പോൾ പൈസ തരാനില്ലെങ്കിൽ പിന്നെ തന്നാൽ മതി എന്ന് പറഞ്ഞു. അന്നേരം ഞങ്ങൾ അങ്ങനെ മോശമല്ലേ, നമ്മളോട് എപ്പോഴും അങ്ങനെ അവർ പറഞ്ഞാലും നമ്മൾ ചെയ്യാമെന്നുള്ള. മാതാവ് ഞങ്ങൾക്കത് ആ പൈസ പലരും തന്നു, ഞങ്ങൾക്കത് കൊടുക്കാൻ പറ്റി. അതാണ് ഞങ്ങൾക്ക് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് കിട്ടിയ ഒരു അനുഗ്രഹമാണ്. അതേപോലെ ഞങ്ങൾക്ക് വേറെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഇങ്ങനെ അത് ഓർമ്മ കിട്ടുന്നില്ല. അതാണ്. പിന്നെ രോഗസൗഖ്യങ്ങളൊക്കെ ആണെങ്കിലോ ഒത്തിരി ആൾക്കാർക്ക് ഇങ്ങനെ രോഗങ്ങൾ വരുമ്പോഴേ ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, അവർക്കൊക്കെ സൗഖ്യങ്ങൾ കിട്ടും. ഞങ്ങൾക്ക് ഒത്തിരി ഇതാകുന്ന കണ്ട് എല്ലാവരും പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം തരുന്നുണ്ടല്ലോ എന്ന് പറയുന്നു. അന്നേരം നമ്മൾ ഈ എല്ലാവരും ഒക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ അറിയുമ്പോൾ നമ്മൾ ചെല്ലുകയും അവരെ സഹായിക്കുകയും ഇങ്ങനെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കാണേലും അല്ലാതെ രോഗത്തിൽ ഉള്ള ആൾക്കാർക്കാണേലും ഉള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും നമ്മൾ. അങ്ങനെ ജീവകാരുണ്യ പ്രവൃത്തികൾ ഒത്തിരി ചെയ്യും. പിന്നെ എൻ്റെ പത്രം മേടിച്ചു കൊടുക്കും. പിന്നെ എൻ്റെ മകളാണ്, അവിടെയാണെങ്കിൽ പോലും അവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഞാൻ ഇവിടുന്ന് പത്രം മേടിച്ചു ലോക്കറ്റൊക്കെ മേടിച്ച് അയച്ചു കൊടുക്കും പോസ്റ്റ് ഓഫീസ് വഴി. എന്നിട്ട് അവിടെയുള്ള ആൾക്കാർക്കൊക്കെ കൊടുക്കും. അന്നേരം അതിലൂടെ അവൾക്ക് അവിടെയാണെങ്കിലും ഒത്തിരി അനുഗ്രഹങ്ങൾ അവൾക്ക്. അവിടെ ചെന്ന് അവൾ വീടെടുത്ത് തന്നെ നിൽക്കാനൊക്കെ പേടിയുള്ള കുട്ടിയാണ്. എന്നിട്ട് റൂമെടുത്ത് അവളുടെ ഹസ്ബൻഡ് ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഒരാഴ്ച നിന്നു. അന്നേരത്തേക്കും അവൾക്ക് ഇങ്ങനെ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം വന്നു എന്നാണ് പറഞ്ഞ്. അമ്മേ ഇവിടെ എനിക്ക് ആ വീട്ടിൽ ഭയങ്കര സുഗന്ധം, എന്താണെന്നറിയത്തില്ല. അന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല, ഇത് എന്താണെന്നൊന്നും അറിയത്തില്ല. ഞാനിവിടെയൊക്കെ നോക്കി അമ്മേ, എല്ലാ അപ്പാർട്ട്മെൻറ്റും അവിടെയൊന്നും അങ്ങനെ മണം വരേണ്ട ഒരു സാഹചര്യം ഇല്ല. അങ്ങനെ പിന്നെ എവിടെ ഇറങ്ങിയാലും ഇപ്പം ഞങ്ങൾക്ക് ഒരു പേടിയില്ല ഒരു കാര്യത്തിനും. എന്നുവെച്ചാൽ എല്ലാ മാതാവും നടത്തി തരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, എൻ്റെ ചേട്ടനാണെങ്കിൽ കെട്ടിടം എടുത്ത് പണിയുന്ന ആളാണ്. അന്നേരം ഇവിടെ വന്നിട്ട് ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും ആരെങ്കിലും വിളിക്കൂ ഒരു കെട്ടിടം പണിയാനായിട്ട്. അങ്ങനെ ആ പൈസ കിട്ടുന്നത് ഞങ്ങൾ കൃപാസനത്തിൻ്റെ പത്രം കിട്ടുന്ന ആ കൂടിനകത്താണ് വെക്കുന്നത്. അങ്ങനെ ഓരോ കൂട് കിട്ടുമ്പോഴും ഓരോ കൂടിലും പൈസ ഇങ്ങനെ ഞങ്ങൾക്ക് ഓരോ വീടിൻ്റെ വന്ന് ഞങ്ങൾക്ക് അതിനകത്ത് വെക്കും. ഞാൻ പറയും, ഒരു കൂടൊക്കെ ഒഴിവാകും, അമ്മേ കൂട് ഒഴിവായിട്ടുണ്ട് കേട്ടോ, ഞങ്ങൾക്ക് അടുത്ത പണി എവിടെയെങ്കിലും തരണം കേട്ടോ, അമ്മ അറിയുന്നുണ്ടല്ലോ. അങ്ങനെ ഓരോ അനുഗ്രഹങ്ങൾ. പിന്നെ എൻ്റെ ഇളയ മകളാണ്. അവൾ ഇങ്ങനെ തൃശ്ശൂർ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ കോവിഡ് വന്നു. ഇവൾ ഒരു റൂമിൽ 4 കുട്ടികളാണ്. എന്നിട്ട് ഇവൾ താഴെ മുകളിലായിട്ട് ഒരു കട്ടിൽ കിടക്കുന്ന കുട്ടികളാണ്. എന്നിട്ട് താഴെയുള്ള കുട്ടിക്ക് 2 പ്രാവശ്യം കോവിഡ് വന്നു. എന്നിട്ട് എൻ്റെ മോളാണ് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എല്ലാം ചെയ്തത്. എന്നിട്ട് എൻ്റെ മോളെ അവിടെ അമ്മ കാത്തു. അതുപോലെ ഈ കുഞ്ഞിനെ മെൻസ്ട്രേഷൻ്റെ സമയത്ത് ഭയങ്കര വയറുവേദനയും കാല് തളർന്നു പോവുകയും വീഴും, അതേപോലത്തെ ഒരവസ്ഥയായിരുന്നു. അന്നേരം ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ ഞാനിങ്ങനെ പറയും പ്രാർത്ഥിക്കാനേ. അവർ പ്രാർത്ഥിക്കും. ഇത് ഉപ്പുമൊക്കെ ഞാൻ കൊടുത്തു വിടും, എല്ലാം കൊടുത്തു വിട്ട് അതൊക്കെ കഴിക്കും. എന്നെ അസുഖം വന്നാലും ആ അസുഖമൊക്കെ 1-2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ അതൊക്കെ മാറി. ഇപ്പം എല്ലാ കാര്യങ്ങളും കുഴപ്പമില്ലാതെ മാതാവ് നടത്തി തരുന്നുണ്ട്. പിന്നെ ആത്മീയമായിട്ട് ഞങ്ങൾ ബൈബിൾ വായിക്കും. ബൈബിൾ ഓരോ കാര്യങ്ങൾ നടക്കുമ്പോഴും ആ ബൈബിളുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളും. ബൈബിളിൽ ഈശോ ഇന്നത് പറഞ്ഞിട്ടുണ്ടല്ലോ, അതാണല്ലോ നമുക്ക് ഈ നടക്കുന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. വചനങ്ങളനുസരിച്ച് ആണ് ഓരോ. പിന്നെ ഞങ്ങൾ മൊബൈലിനകത്ത് ഇങ്ങനെ ഞങ്ങളുടെ ഫോട്ടോ ഇടുകയും പിന്നെ യൂട്യൂബിലെ ധ്യാനം ഇടുകയും സാക്ഷ്യങ്ങൾ ഇടുകയും എല്ലാം ചെയ്യുമ്പോൾ ഒത്തിരി പേര് കണ്ടിട്ട് ഞങ്ങളിലൂടെ ഇങ്ങനെ ഇവിടെ
വരാനും അവളുടെ സീനിയർമാർ, അവളുടെ പിന്നെ സിസ്റ്റർമാർ, നേഴ്സുമാരൊക്കെ ആണെങ്കിലും എടീ നിൻ്റെ സാക്ഷ്യം ഞാൻ കണ്ടു, അല്ല നിൻ്റെ ഇത് കണ്ടായിരുന്നു, എനിക്കും അവിടെ പോകണമെന്നുണ്ട് എന്നും പറഞ്ഞ് ഇവിടെ വരികയും എല്ലാവർക്കും അനുഭവങ്ങൾ അവൾ പ്രാർത്ഥിച്ച് അതോ ഒരു മോളെങ്ങനെ തൃശ്ശൂരുള്ള ഒരു മോളാണ്, അതിന് സൗണ്ടില്ലായിരുന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇക്കള് എന്തോ ഒരു ബുദ്ധിമുട്ടായിരുന്നു അതിന്. എന്നിട്ട് ഇവളുടെ കൂടെ പഠിച്ചതാണ് മൂത്തവളുടെ. എന്നിട്ട് ആ മോക്കാണെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവിനെ പ്രാർത്ഥിച്ചു, ഇവിടെ വന്നു. അവളെ എല്ലാം കഴിഞ്ഞപ്പോൾ അവൾക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അവൾക്ക് നിന്നു പോകുമെന്ന് അവൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ പ്രാർത്ഥനയൊക്കെ അവൾക്ക് തുടരെ പ്രാർത്ഥിക്കാനും അവൾ എന്നിട്ട് വിളിച്ചിട്ട് അന്നേരം തന്നെ വിളിച്ച് ഡ്യൂട്ടിയിലായിരുന്നു. എന്നിട്ട് എന്തോ അത്യാവശ്യമാണല്ലോ എന്ന് ഓർത്ത് അവളെ ഫോണെടുത്ത് തിരിച്ചു വിളിച്ചാൽ പറയാം, എടീ മാതാവ് എന്നെ തൊട്ടു, എനിക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റും, ഞാൻ ഇതിലെ പാട്ട് പാടിക്കൊണ്ട് നടക്കുവാണെന്ന്. അതുപോലെ ഒത്തിരി ഇവരുടെ ഫ്രണ്ട്സായിട്ടുള്ള എല്ലാവരും വിളിച്ച് ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളെ എല്ലാവരുടെ രോഗങ്ങളും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടി എല്ലാം പിന്നെ